കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്കും ബീച്ച് ആശുപത്രികളിലേക്കുമുള്ള മരുന്നു വിതരണം നിലയ്ക്കുന്നു. കോടികളുടെ കുടിശ്ശിക വന്നതോടെ മരുന്നുകളും ചികിത്സാ ഉപകരണങ്ങളും വിതരണം ചെയ്യുന്നത് കമ്പനികൾ നിർത്തിവെക്കുകയാണ്. നാളെ മുതൽ സമരത്തിലേക്ക് നീങ്ങാനാണ് സംഘടനകളുടെ തീരുമാനം. കോഴിക്കോട് നിന്ന് ദിസ്ന സുരേഷ് ചേരുന്നു. ദിസ്ന, സംസ്ഥാനത്തെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി മരുന്ന് വിതരണത്തിലടക്കം വലിയ രീതിയിൽ തന്നെയാണ് കഴിഞ്ഞ കുറേ കാലമായി ബാധിച്ചിരിക്കുന്നത്. നമുക്കറിയാം, ഇതിനു മുൻപും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ മരുന്ന് വിതരണവുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിസന്ധി നിലനിൽക്കുന്നുണ്ട്. എന്തായാലും കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്കും ബീച്ച് ആശുപത്രികളിലേക്കുമുള്ള മരുന്ന് വിതരണം നിലയ്ക്കുമ്പോൾ ഇതിനെതിരെ പ്രതിഷേധിക്കാനുള്ള ഒരുക്കത്തിലാണ് സംഘടനകളുടെ തീരുമാനം. വിവരങ്ങൾ. മലബാറിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ, അതായത് സാധാരണക്കാരായ ജനങ്ങൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ആശുപത്രികളിൽ രണ്ടെണ്ണമാണ്. ഒന്ന് മെഡിക്കൽ കോളേജിലെ ആശുപത്രിയും ബീച്ച് ആശുപത്രിയും. ഇവിടെയാണ് ഇത്തരത്തിൽ വലിയ രീതിയിൽ സർജിക്കൽ ഉപകരണങ്ങളുടെ അപര്യാപ്തത വന്നിരിക്കുന്നത്. പ്രധാനമായും ഈ ഗവൺമെന്റ് ഇവർക്ക് നൽകുവാനുള്ള കുടിശ്ശികയാണ് അതിൽ പ്രധാനമായും ഈ സംഘടനകൾ അല്ലെങ്കിൽ ഇത് വിതരണം ചെയ്യുന്ന ആളുകൾ ചൂണ്ടിക്കാട്ടുന്നത്. പ്രധാനമായും ഒരാൾക്കു തന്നെ 10 കോടിയിലധികം രൂപ കുടിശ്ശിക ലഭ്യമാകുന്നുണ്ട് എന്നത് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത്. നമുക്കറിയാം, നമ്മൾ നിരവധി തവണ ബീച്ച് ആശുപത്രിയിലെ കാത്ത് ലാബിന്റെ വാർത്ത നൽകിയതാണ്. ഏകദേശം ഒരാൾക്ക് തന്നെ, അതായത് സ്റ്റെന്റ് ഉൾപ്പെടെയുള്ള സർജിക്കൽ ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്ന ഉടമകൾക്ക് 10 കോടിയിലധികം രൂപയാണ് അവർ കുടിശ്ശിക വിഭാഗത്തിൽ മാത്രം നൽകുവാനുള്ളത്. ഈ കാത്ത് ലാബ് അടഞ്ഞു കിടന്നിട്ട് ഇപ്പോൾ 8 മാസം കഴിഞ്ഞു എന്നതാണ് ഏറ്റവും ദയനീയമായ ഒരു അവസ്ഥ. നൂറുകണക്കിന് ഹൃദ്രോഗികളാണ് ഈ കാത്ത് ലാബിന്റെ പ്രവർത്തനം തുറക്കുവാൻ വേണ്ടി ഈ ആശുപത്രിയിൽ എത്തുകയും തിരികെ മടങ്ങി പോവുകയും ചെയ്യുന്ന ഒരു അവസ്ഥയുള്ളത്. പ്രധാനമായും മുക്കം മുതലായ സ്ഥലത്ത് നിന്ന് നിരവധി ആളുകൾ ഈ ആശുപത്രിയെ ആശ്രയിച്ച് എത്തുന്നുണ്ട് എന്നതാണ് വസ്തുത. കാത്ത് ലാബിന്റെ പ്രവർത്തനം നിലച്ചു. മനുഷ്യാവകാശ കമ്മീഷൻ അടക്കുന്ന സംഭവത്തിൽ കേസെടുത്തിട്ടും ഈ കുടിശ്ശിക തീർക്കുവാനോ ഇത് സംബന്ധിച്ച് ഈ വിതരണം ചെയ്യുന്ന വിതരണക്കാരുമായും യാതൊരു തരത്തിലുള്ള ചർച്ച നടത്തുവാനും ഇവർ തയ്യാറായിട്ടില്ല എന്നതാണ് ഏറ്റവും വലിയ വസ്തുത. അതുപോലെ തന്നെയാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പ്രതിസന്ധി ഉണ്ടായിരിക്കുന്നത്. നാളെ മുതൽ അവർ പ്രത്യക്ഷ സമരത്തിന് ഇറങ്ങും എന്നൊരു കാര്യം തന്നെയാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. നിലവിൽ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗും ഒക്കെയായി ഇവർ നേരിൽ കണ്ട് ചർച്ച നടത്തി എന്നത് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഈ ചർച്ചയിലൊന്നും തന്നെ ഈ ഒരു പ്രശ്ന പരിഹാരത്തിന് യാതൊരു തരത്തിലും പരിഹാരം ഉണ്ടായിട്ടില്ല എന്നൊരു കാര്യം തന്നെയാണ് നിലവിൽ അറിയാൻ സാധിച്ചിട്ടുള്ളത്. അത്തരത്തിലാണെങ്കിൽ ഒരു കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മന്ത്രി വി എ മുഹമ്മദ് റിയാസിനെ അടക്കം ആരോഗ്യമന്ത്രിക്കടക്കം നിരവധി തവണ ഇവർ കത്തുകളും മെയിലുകളും ഒക്കെ അയച്ചിരുന്നു എന്ന് തന്നെയാണ് ഇവരുമായി ബന്ധപ്പെട്ട വിതരണക്കാരുമായി നമ്മൾ സംസാരിച്ചപ്പോൾ അറിയാൻ സാധിച്ചിരിക്കുന്നത്. എന്തായാലും ഇതിന് യാതൊരു തരത്തിലുള്ള പരിഹാരം ഉണ്ടായില്ലെങ്കിൽ പ്രത്യക്ഷമായ ഒരു സമരത്തിന് ആശുപത്രിയുടെ മുൻപിൽ നിൽക്കുവാനാണ് ഇവർ തീരുമാനിച്ചിട്ടുള്ളത്. എന്തായാലും നമുക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത്, സാധാരണക്കാരായ നിരവധി ആളുകൾ, പ്രത്യേകിച്ച് മലബാറിൽ സാധാരണക്കാരായ പ്രത്യേകിച്ച് തീരദേശ നിവാസികൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ആശുപത്രിയാണ്. ആ ആശുപത്രിയിലാണ് ഇത്തരത്തിലുള്ള ദുരവസ്ഥ. അങ്ങനെയാണെങ്കിൽ ഈ ആശുപത്രിയിൽ എത്തുന്ന ആളുകൾ മരുന്നുകൾക്ക് വേണ്ടി സ്വകാര്യ ഫാർമസികളെ ആശ്രയിക്കേണ്ടി വരും. രോഹിണി. ശരി, ദിസ്ന സുരേഷാണ് കോഴിക്കോട് നിന്നും വിവരങ്ങൾ നൽകിയത്.